ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വാട്ട്സ് ലവ് ഫോർ യു? മനസ്സിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ ആ ഇമേജിൽ ആ പുഞ്ചിരിക്കൊരു വാല്യൂ, പിന്നെ ആ ഇമേജ് എപ്പോഴും മായാതെ നിൽക്കുന്ന ആ ഒരു ടൈംലെസ്നെസ്, പ്ലസ് അവരുടെ കൂടെയുള്ള സമയം ടൈം പോകുന്നത് അറിയാതിരിക്കും. അതിൻ്റെ പേര് ശരിക്കുള്ള പ്രേമം ഒരു വൈബാണ്, ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ഒരാളോട് ഒരു ഇഷ്ടം തോന്നുക, അയാളിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടായിരിക്കും ഒരാളുടെ ഇഷ്ടം തോന്നുക. അങ്ങനെ ഇഷ്ടം തോന്നുക, നമ്മുടെ ജീവിത പങ്കാളി കണ്ടിട്ടുണ്ടെന്ന് തോന്നലുണ്ടാവുക, അങ്ങനെ ഇതായിരിക്കും ശരിയെന്ന് തോന്നി നമ്മളങ്ങ് പ്രേമിക്കും. For me, it's understanding, affection, lust, and a combination of everything. എനിക്ക് എല്ലാ കാലത്തും പ്രണയമുണ്ട്. ഞാൻ എല്ലാത്തിനോടും പ്രണയിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പ്രണയം എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ആൾ എനിക്ക് എന്നെ ഒരു പ്രയോറിറ്റി തന്ന് സ്നേഹിക്കണം. എനിക്ക് വേണ്ടി ഒരാൾ സമയം തരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സ്പേസും തരണം. പ്രേമം സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. എക്സ്പ്രസ് ചെയ്യണം. എനിക്ക് പ്രേമം എക്സ്പ്രസ് ചെയ്യണം, അതായത് ഉള്ളിൽ ഒതുക്കി വെക്കുകയല്ല, എൻ്റെ അടുത്ത് കാണിക്കണം. എത്ര അവരുടെ ആ ഒരു സ്നേഹമൊക്കെ എന്നോട് കാണിക്കണം. ഒരു കൺസെപ്റ്റിൽ എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ലവ് അത് എക്സ്പ്രസ് ചെയ്യണം, ദെൻ ലവ്, കെയർ, റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, എഫേർട്സ്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലവ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തീർന്ന്. എനിക്ക് പ്രേമം എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക എഫെക്ഷൻ ഉണ്ടാവണം, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, പ്യുവർ ആയിരിക്കണം, ട്രൂ ആയിരിക്കണം. ലവ് എന്ന് വെച്ചാൽ പ്രേമം, പിന്നെ ഇഷ്ടം, ഒരു കണക്ഷൻ, ഒരു സ്പാർക്ക്. വിട്ടുവീഴ്ച, ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന വിട്ടുവീഴ്ചയാണ് റിയൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്. എല്ലാത്തിനും കൂടെ നിന്ന്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കെയർ തന്ന് ഉള്ളതാണ് എനിക്കുള്ള എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ത്വരയില്ലേ, അതുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്.